നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പർവ്വജാതികൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായി പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് മഹത്വം. അർഹപ്പെട്ട കുഞ്ഞാടെ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവേ, സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ജീവിച്ച, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. ക്രൂശിക്കപ്പെട്ട കർത്താവെ, അപ്പാ ഇന്ന് ജീവിക്കുന്ന സർവശക്തനായ ദൈവമേ, കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം കർത്താവെ അടിയനും കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരും കരുതി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. കർത്താവെ നന്ദിയോടെ സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നല്ലൊരു പ്രഭാതം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വാക്യമാണ് ഉൽപ്പത്തി 1 അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള വാക്യമാണ്. 26 വാക്യം മുതൽ 31 വരെ. അതേപോലെ 2:1 തൊട്ട് ഉൽപ്പത്തി തന്നെ 2:1 തൊട്ട് 7 വരെയും അതിൻ്റെ 18 തൊട്ട് 23 വരെയും ഈ വാക്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ വാക്യം വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.